ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരിക്കശ്ശേരി മനയിലോട്ടാണ് കേട്ടോ. വള്ളുവനാട്ടിൽ ജനിച്ച് വളർന്നിട്ട് പോലും ഇത്രയും കാലമായിട്ടും ആ വരിക്കശ്ശേരി മന കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വരിക്കശ്ശേരി മനയിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് പോകുമ്പോൾ കുറേ പേര് അവിടെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് റിട്ടേൺ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് കയറി ചെല്ലുമ്പോണ്ടല്ലോ ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. അതുപോലെ ഒരു നല്ല പീസ്ഫുൾ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. നമ്മൾ ഞാനൊക്കെ ജനിച്ച് വളർന്നതിൻ്റെ പഴയ തറവാടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്ന പോകുന്ന ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ വേറൊരു മുറിയിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ നിറച്ച് ചകിരികൾ കൂട്ടിയിട്ടിരിക്കുന്നു കേട്ടോ. അവർ ഇപ്പോൾ യൂസ് ചെയ്താണോ അത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ട് അവിടെ വെച്ച ചകിരികളാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു റൂമിൻ്റെ ഡോറിൻ്റെ കോലാണ് ഇത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. എവിടെ ചെന്നാലും ഫോട്ടോസ് എടുക്കുന്ന ഒരു പതിവാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ പേര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളും പോയിട്ട് ഫോട്ടോസ് എടുത്തത്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ ഇതാ കുറേ കാറും അതുപോലെ കോളേജിൽ നിന്ന് കുട്ടികൾ വന്ന കുറേ ബസ്സുകളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കണ്ടു കേട്ടോ. കുറേ പേര് വൈകുന്നേരം ആവും തോറും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ കിണർ കണ്ടോ, അതിലൊന്നുമില്ല കേട്ടോ, കുറേ കുപ്പകൾ മാത്രം കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള വരാന്തയിൽ കൂടെ കുറേ നടന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കുപ്പകൾ വീഴുന്നതിനനുസരിച്ച് അവിടെ അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനൊക്കെ 2 ചേച്ചിമാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ വേറൊരു സെക്ഷനിലോട്ട് വേറെ സെക്ഷനിലോട്ട് കയറി ചെന്നപ്പോഴാണ് അവിടെ കുറേ സെറ്റുമുണ്ട്, സെറ്റ് സാരിയൊക്കെ ഇങ്ങനെ സെയിലിങ്ങിന് വെച്ച പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഗൂഗിൾ പേൻ്റെ ഒരു QR കോഡ് ഉള്ള ഒരു സംഭവമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് സെയിലിങ്ങിനാണോ ചുമ്മാ വെച്ചാണെന്നൊന്നും അറിയില്ല, അവിടെ ആരും നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേറെ ഉള്ള സെക്ഷൻ്റെ അതിൻ്റെ മേലത്തെ നിലയാണ് ഞങ്ങൾ കയറി നിൽക്കുന്നത് കേട്ടോ. മേലത്തെ നിലയിൽ കയറിയിട്ട് ആ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചുമ്മാ ജനലിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് മേലോട്ട്. പക്ഷേ മേലത്തോട്ടുള്ള പ്രവേശനം ഇവരിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അത്ര കേട്ടോ. നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്നാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപത്തുള്ള മനുശ്ശേരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കശ്ശേരി മന അറിയപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, ഒട്ടുമിക്ക മലയാള സിനിമകളും പ്രശസ്തമായിട്ടുള്ള മലയാള സിനിമകളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകല്, അനന്തഭദ്രം ഇങ്ങനെയുള്ള പ്രശസ്തമായിട്ടുള്ള കുറേ മലയാള സിനിമകൾ നമ്മുടെ വരിക്കശ്ശേരി മനയിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കുറേ നേരം ഉള്ളിലൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് വന്നു കേട്ടോ. പുറത്തോട്ട് വന്നിട്ട് നേരെ ചെന്നത് കുളത്തിൻ്റെ കടവിലോട്ടാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ അവിടെ ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇന്നല്ല, കുറച്ച് ഡേയ്സ് ആയിട്ട് അവിടെ ക്ലോസ്ഡ് ആണ് അത്ര. അപ്പോൾ എനിക്ക് ഈ ഒരു കുളം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ജയസൂര്യയുടെ പ്രേത മൂവിയാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മാട 10 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീമും കൂടി മേടിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ മനുശ്ശേരി ടൗണിലെത്തി. അവിടെ നിന്ന് ഞങ്ങളൊരു സർബത്തും കൂടി വാങ്ങി കുടിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.